ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുഴിനഖം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് കാലിലോ അല്ലെങ്കിൽ കയ്യിലോ ഒക്കെ കുഴിനഖം ഉണ്ടാകുന്ന അവസ്ഥ. കുഴിനഖം എന്ന് പറയുന്നത് സാധാരണ കാലുകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ചിലരുടെ കൈകളിലും വരാറുണ്ട്. നഖത്തിൻ്റെ ഒരു വശം വളഞ്ഞ് തൊലിക്കുള്ളിലേക്ക് ഇറങ്ങി വേദനയും അതേപോലെ തന്നെ നീരും പഴുപ്പും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണിത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നഖം വെട്ടുമ്പോൾ ഉള്ളിലേക്ക് വളയുന്ന വിധം അല്ലാതെ വേണം നഖം വെട്ടാൻ. അത് കറക്റ്റായിട്ട് നഖം വെട്ടുന്നതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നഖം എപ്പോഴും വൃത്തിയായി ഉണക്കി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൈവിരലുകളിൽ കുഴിനഖമുള്ളവരാണെങ്കിൽ അടുക്കള ജോലിയൊക്കെ കഴിയുന്ന സമയത്ത് ഒരു ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട് കൈ നന്നായിട്ട് കഴുകി ഉണക്കി അതായത് തുടച്ച് വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ തന്നെ കുഴിനഖം കുറയ്ക്കുന്നതാണ്. അപ്പോൾ എനിക്ക് കുഴിനഖം വന്ന സമയത്ത് ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് വന്ന സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങൾ കാലിലായിരുന്നു. അത് നമ്മുടെ നെയിലുള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു, അടിയിലേക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടുള്ള അങ്ങനെ പ്രസ്സായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ വന്നതുപോലുള്ള ഒരു അവസ്ഥയായിരുന്നു ഫീൽ ചെയ്തത്. നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് നഖം കറക്റ്റായിട്ട് ഉള്ളിലേക്കുള്ളതൊന്ന് കട്ട് ചെയ്ത് മാറ്റി എന്നുള്ളതാണ്. അത് മാറ്റിയപ്പോൾ തന്നെ പകുതി നല്ലൊരു ആശ്വാസം കിട്ടിയായിരുന്നു എനിക്ക്. പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ പനിക്കൂർക്കയില്ലേ, പനിക്കൂർക്കയുടെ ഇലകൾ കുറച്ചെടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തു. അത് നമുക്കൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനാണ് പോകുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമ്മളിവിടെ പനിക്കൂർക്ക ഇലകളും മഞ്ഞളും ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പച്ചമഞ്ഞളാണെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. ഈ പനിക്കൂർക്കയിൽ വേദനയും നീർക്കെട്ടും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി മൈക്രോബിയൽ ഘടകങ്ങളും ഉണ്ട്. മഞ്ഞളിലാണെങ്കിൽ കുർക്കുമിൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് ഉള്ളതിനാൽ തന്നെ മുറിവുണക്കാനും വേദന കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നമ്മളിവിടെ അരിച്ച് എടുത്ത് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് ഇൻഫെക്ഷനുള്ള നഖത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിത് സ്റ്റാർട്ടിങ് തന്നെയാണ് കേട്ടോ. എനിക്ക് സ്കൂൾ ടൈമിലൊക്കെ നല്ല രീതിയിൽ ഈ നെയിൽ ഇൻഫെക്ഷൻ വരുമായിരുന്നു, കുഴിനഖം വരുമായിരുന്നു. പക്ഷേ സ്കൂളിലൊക്കെ പോകുന്ന വഴിയൊക്കെ ഭയങ്കര വെള്ളവും ഒക്കെ ആയിരുന്നു മഴക്കാലത്ത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മഴക്കാലത്ത് എനിക്ക് കൂടുതലായിട്ട് ഇത് പ്രശ്നം വന്നുകൊണ്ടിരുന്നു. അപ്പോൾ വീണ്ടും ഇപ്പോൾ ആ നെയിലും ഒന്ന് താഴേക്ക് വളർന്നൊരവസ്ഥ വന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. അപ്പം ഞാൻ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇത് ഇങ്ങനെ കുറച്ച് നെയിലൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം മാത്രം ഒഴിക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് നമുക്ക് ഇത് ഒരു പ്രാവശ്യം ഒഴിക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ രീതിയിൽ നമുക്ക് 1-2 ദിവസം കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ആശ്വാസം കിട്ടും. ഈ ഇൻഫെക്ഷൻ നല്ല രീതിയിൽ കുറയുന്നതാണ്. ഫസ്റ്റ് നെയിൽ കട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമുക്കൊരു സൊല്യൂഷനാണിത് കേട്ടോ. അപ്പോൾ ഇതിന് ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പല ദിവസങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് തന്നെ തീർക്കണമെന്നില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഇതുപോലെയുള്ള നെയിൽ ഇൻഫെക്ഷന് ചെയ്യുന്ന റെമഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഉപയോഗിച്ചപ്പോൾ തന്നെ എൻ്റെ വേദനയും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി കിട്ടി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ തരാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അപ്പോൾ എൻ്റെ നെയിൽ ഇൻഫെക്ഷൻ മാറിയ ഒരു റെമഡിയാണിത്.